ഔസേപ്പിതാവിൻ്റെ പെരുന്നാൾ ദിവസമാണ് ഇന്ന്. നമ്മൾ തൊഴിലാളികളെ പറ്റി പ്രത്യേകമായി ഓർക്കുന്നു. അവരുടെ വിഷമതകൾ മനസ്സിലാക്കി അവരെ സഹായിക്കാൻ നമുക്ക് നമ്മുടെ സഹായിക്കുന്നത് നമ്മുടെ കടമയാണ്. ഇന്നത്തെ കാലത്ത് economy is so much controlled by mighty people. അവർ സാധാരണക്കാരുടെ വിഷമതകൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. അതുകൊണ്ട് തൊഴിലാളികളുടെ വിഷമതകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു ലോകത്തിൽ പല സ്ഥലങ്ങളിലും. ആദ്യം തന്നെ അവരുടെ വിഷമത എന്താണെന്ന് അറിയുവാൻ ശ്രമിക്കണം. അറിഞ്ഞുകൊണ്ട് അതിന് അനുകൂലമായ രീതിയിൽ നിയമം ഉണ്ടാക്കാനോ സഹായം കൊടുക്കാനോ ഗവൺമെൻറ്റിനൊരു പ്ലാൻ ആവശ്യമുണ്ട്. ഇതൊക്കെ ഇപ്പോൾ കുറഞ്ഞു വരുന്നു. വെൽഫെയർ സ്റ്റേറ്റ്സ് ഇൻ യൂറോപ്പ്, in America, they are cutting down on benefit to the working class. അത് നമ്മളും അത് തന്നെയാണ് കണ്ട് പഠിക്കുന്നത്. നമ്മുടെ കാസ്റ്റ് സിസ്റ്റം കാരണം ഇങ്ങനെ വ്യത്യാസം പണ്ട് തന്നെ ഉണ്ടായിരുന്നു. മുതലാളികളും തൊഴിലാളികളും തമ്മിലുള്ള വളരെ വലിയ വ്യത്യാസമുണ്ടായിരുന്നു. അത് ഈ കാലത്ത് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. അത് കുറയ്ക്കാൻ ശ്രമിച്ചിരുന്ന പാർട്ടീസ്, ഗ്രൂപ്പ്സ്, ദേ ആർ നൗ മാർജിനലൈസ്ഡ്. ഈ കാലത്ത് ഇതിനെപ്പറ്റി ആലോചിക്കുന്നത് നല്ലതാണ്. യേശുപിതാവിനോടുള്ള ഭക്തി ഈ രീതിയിലും കൂടെ കാണിക്കേണ്ട ആവശ്യമുണ്ട്. ഭക്തി കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു, തീർച്ചയായിട്ടും നല്ല ജീവൻ ജീവിക്കുവാൻ ശ്രമിക്കുന്നു. പക്ഷേ അതേ സമയത്ത് തന്നെ ഈ കാര്യം സാധാരണക്കാരുടെ വിഷമതകളും തൊഴിലാളികളുടെ വിഷമതകളും മനസ്സിലാക്കാനും അതിനെപ്പറ്റി തർക്കം ചെയ്യാനും അത് മറ്റുള്ളവരെ പഠിപ്പിക്കാനും അതനുസരിച്ച് നിയമങ്ങൾ ഉണ്ടാക്കാനോ സഹായം കൊടുക്കുവാനും നമ്മൾ എല്ലാവരും ശ്രമിക്കണം. എല്ലാവർക്കും സ്തുതി. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ മെയ് ദിനം ആഘോഷിക്കുകയാണല്ലോ. തൊഴിലാളികളുടെ ദിനമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മെയ് ദിനത്തിൻ്റെ എല്ലാ നല്ല ആശംസകളും നേരുന്നു. ഇന്ന് വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ഒരു തച്ചൻ്റെ, ഒരു ആശാരിയുടെ ജോലി ചെയ്ത ഔസേപ്പിതാവിൻ്റെ തിരുനാളായതിനാൽ എല്ലാ തൊഴിലാളികൾക്കും പ്രത്യേകിച്ച് ഔസേപ്പിതാവിൻ്റെ പ്രാർത്ഥനയും സംരക്ഷണവും ഉണ്ടാകട്ടെ. ഈ മെയ് ദിനത്തിൽ, തൊഴിലാളി ദിനത്തിൽ നമുക്ക് ഓർക്കേണ്ടതായിട്ടുള്ളത്, യാതൊരു ജോലിയും മോശമുള്ള ജോലിയല്ല. കർത്താവിനെ സംരക്ഷിച്ച ഔസേപ്പിതാവ് ഒരു തച്ചനായിരുന്നു, ഒരു ആശാരിയായിരുന്നു. അദ്ദേഹം കർത്താവിനെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും നോക്കി അന്വേഷിക്കുകയും ചെയ്തെങ്കിൽ നമുക്കെല്ലാവർക്കും ഈ ലോകത്തിൽ ദൈവം ഏൽപ്പിച്ചു തന്നിരിക്കുന്ന ജോലികളെല്ലാം മഹത്തായിട്ടുള്ളതാണ്.
അതെല്ലാം ഔസപിതാവ് ചെയ്തതുപോലെ ഉത്തരവാദിത്തോടു കൂടി നിറവേറ്റാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഒരു ജോലിയും താഴ്ന്ന ജോലിയല്ല, എല്ലാ ജോലിയും കർത്താവിൻ്റെ മുമ്പിൽ മഹത്വപ്പെട്ടതാണ്. ഔസപിതാവ് നമ്മളെ കാണിച്ചു തന്ന വേറൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പ്രതിഫലം ആഗ്രഹിക്കാതെ സ്വാർത്ഥതയില്ലാതെ മാതാവിനെയും യേശുവിനെയും സംരക്ഷിക്കുകയും കാത്തു സൂക്ഷിക്കുകയും കാത്തു രക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്തതാണ്. നമുക്കെല്ലാവർക്കും നമ്മുടെ കുടുംബങ്ങളിലും സമൂഹത്തിലും നമ്മെ ഏൽപ്പിച്ചപ്പെട്ടിരിക്കുന്ന എല്ലാ നമ്മുടെ പ്രവർത്തനങ്ങളും യാതൊരു പ്രതിഫലവും ആഗ്രഹിക്കാതെ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി ചെയ്യാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഔസപിതാവിൻ്റെ ഈ തിരുനാളിൻ്റെ ദിവസത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ഈ മെയ് ദിനം നമുക്കെല്ലാവർക്കും ഒരു അനുഗ്രഹത്തിൻ്റെ ദിവസമായിട്ട് മാറട്ടെ. പ്രത്യേകിച്ച് എല്ലാ തൊഴിലാളികൾക്കും സഭയുടെ പേരിലും സമൂഹത്തിൻ്റെ പേരിലും ഞാൻ നന്ദി പറയുന്നു. നിങ്ങളുടെ പ്രവർത്തനമില്ലാതെ നമ്മുടെ സഭയും നമ്മുടെ സമൂഹവും മുന്നോട്ട് പോവുകയില്ല. നന്ദി, നമസ്കാരം.